കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പൊ എന്താണെങ്കിലും നാളെ മുതലേ വിശേഷങ്ങൾ കൃത്യസമയത്ത് തന്നെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന രേവതിയുടെ വീട്ടിൽ രാവിലെ തന്നെ സച്ചി എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ലക്ഷ്മിയമ്മയും ശരത്തും ദേവും എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് ലക്ഷ്മിയമ്മ ശരത്തിനോട് പറഞ്ഞു അതങ്ങോട്ട് കൊടുക്കും മോനെ എന്ന് പറയണം. ഈ സമയം സച്ചി ചോദിച്ചു എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ഒരു ചെയിനാന്ന് പറയണം. ചെയിനോ? എനിക്കെന്തിനാ ചെയിന്? എനിക്ക് ചെയിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം. അതെ, ആദ്യത്തെ ദീപാവലി അല്ലേ, ആദ്യത്തെ ദീപാവലിക്ക് വന്നു കഴിയുമ്പോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുക്കന് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതാന്ന് പറയണം. ദൈവത്തെ ഓർത്ത് എനിക്കിപ്പോ അതൊന്നും വേണ്ട. അതെ, കല്യാണം കഴിഞ്ഞ് ആദ്യം വന്ന സമയത്ത് ഒരു മാല തന്നതിന്റെ പേരില് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതാ. എനിക്ക് അതുകൊണ്ടൊന്നും വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മോൻ ഇത് സ്വീകരിക്കണം എന്ന് പറയാം. നിനക്ക് അത്ര നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്യാം, ഇതേ നിങ്ങളുടെ മകൾക്ക് കൊടുത്തേക്കാൻ പറയാ. എന്നാലും എനിക്ക് വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ദേവ് പറഞ്ഞു എന്താ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ. ദേ അന്നൊരു കാര്യം ചെയ്ത് ദേവു നീ എടുത്തോ. രശ്മിയൻ പറഞ്ഞു അതെ ഇതൊരു ചടങ്ങാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ പൈസ സൂക്ഷിച്ചു വെച്ച് ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഇനി ഇത് വേണ്ടാന്ന് മോൻ പറയരുതെന്ന് പറയണം. ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിത് വേണ്ട, വേണമെങ്കിൽ ഇത് ഇവൾക്ക് കൊടുത്തേക്കാൻ പറയാണ്. ഇതിന്റെ പേരിൽ ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. ഈ സമയം ലക്ഷ്മിയമ്മയ്ക്ക് വല്ലാതെ സങ്കടമായിപ്പോയി. രേവതി വേണ്ടെങ്കിൽ വേണ്ടമ്മേ, അതെ അമ്മ കൈ വെച്ചോളാൻ പറയണം. പിന്നീട് ശരത്തിനോട് സച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നീ ആ പടക്കം പൊട്ടിക്കാനുള്ള പടക്കമൊക്കെ എടുത്തോണ്ടാ നമുക്ക് പോയി പൊട്ടിക്കാന്ന് പറയണം. അങ്ങനെ ശരത്തും എല്ലാരും കൂടെ പടക്കമൊക്കെ എടുത്തോണ്ട് താഴേക്ക് ചെല്ലുവാണ്. റോട്ടില് സൈഡിൽ ചെന്നിട്ട് പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും രേവതിയോട് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുക. പേടിയോ? എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറയാം. എന്നാ പടക്കം പൊട്ടിക്കാൻ പറയാ. രേവതി എന്ത് ചെയ്യാണ്, പടക്കത്തിന് പോയി തീയൊക്കെ കൊളുത്തിയിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ പൊട്ടുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി വല്ലാതെ പേടിച്ചു പോയി. സച്ചി അവിടെ നിൽക്കുക. ഓടിപ്പോയി സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് പടക്കമെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ നെഞ്ചിലേക്ക് രേവതി ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുക. ആ സമയം ദേവ് വിളിച്ചു, ചേച്ചിന്ന് വിളിച്ചോണ്ട്. പെട്ടെന്നാണ് രേവതിക്ക് ബോധം ഉണ്ടായത്. രേവതി അങ്ങോട്ട് മാറുവാണ്. ലക്ഷ്മി അമ്മയ്ക്ക് ചെറിയ ചിരിയൊക്കെ വന്നു. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ വരുവാണ്. അവരോട് ആഹാ മോളെ കണ്ട് കുറച്ചു നാളായല്ലോ, ആദ്യത്തെ ദീപാവലി ആയതുകൊണ്ട് വന്നോണ്ട്, ആദ്യത്തെ ദീപാവലി ആയതുകൊണ്ട് വന്നതായിരിക്കും അല്ലേ നിൽക്കാം. അതേന്ന് പറയാണ്. പിന്നീട് സച്ചിയോടായിട്ട് പറഞ്ഞു അതെ രേവതി മോളെ പോലെ നല്ലൊരു പെൺകുട്ടീനെ കിട്ടാനായിട്ട് പുണ്യം കിട്ടണമെന്ന് പറയണം. അത് മാത്രല്ല ദേ സച്ചിയെ പോലൊരു മരുമോനെയാണല്ലോ ലക്ഷ്മമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യം ചെയ്താനാ. കാരണം എന്റെയൊക്കെയാണ് ഭർത്താവ് ആദ്യത്തെ ദീപാവലിയാ, എന്നിട്ട് പോലും വന്നിട്ട് പോലും ഇല്ലെന്ന് പറയാണ്. ഇപ്പൊ കണ്ടില്ലേ എത്ര സ്നേഹത്തോടു കൂടിയാ സച്ചി വന്നിരിക്കുന്നു പറയാം. പിന്നീട് സച്ചിയോട് പറഞ്ഞു ഭാര്യനെ നന്നായിട്ട് നോക്കണം കേട്ടോ. രേവതിയുടെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ. ആർക്കേത് എന്തേലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരുമെന്ന് പറയാം. എന്ത് സഹായം വേണം ചെയ്യാൻ അവള് തയ്യാറാവും. അല്ല അതുപോലെ തന്നെയല്ലേ സച്ചിയുടെ അനിയന്റെ കല്യാണമൊക്കെ രേവതി മോള് നടത്തി കൊടുത്തെന്ന് കേട്ടല്ലോ. ആര് ചെയ്യും ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ മുഖം മാറി. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ശ്രദ്ധിച്ചു. ലക്ഷ്മിയമ്മരോട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം ദീപാവലിയൊക്കെ നല്ല നല്ല സിനിമകളായി ടി വിക്കകത്ത് കാണാം, നിങ്ങൾ പോയി കാണാം. ബാ സച്ചി ഫുഡൊക്കെ കഴിക്കണ്ടേ വരാനും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ പോണ സമയത്ത് സച്ചി രേവതി ചോദിച്ചു അല്ല നീ അവർക്ക് എത്ര രൂപ ഓഫർ ചെയ്തു? എന്തിനു വേണ്ട? അല്ല ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടേ. എന്തൊക്കെയാ പറഞ്ഞ് നീ നല്ലവളാണോ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, നീ കാരണം എനിക്ക് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടിരിക്കുന്നേ. അല്ല ഞാനെന്ത് തെറ്റെന്നാ? ഒരു തെറ്റും ചെയ്തില്ലേ. ദേ നീ എന്ന് ശ്രീകാന്തിന്റെ വർഷയുടെ കല്യാണം നടത്തി കൊടുത്തോണ്ടാ എന്റെ അച്ഛൻ അങ്ങനെ ആയത്, അച്ഛൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓ ഇനിയിപ്പോ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, പാതെടുത്താൽ നുണയല്ലേ പറയത്തുള്ളൂ എന്ന് പറയാം. നുണ പറഞ്ഞല്ല സച്ചേട്ടാ, ഞാനുള്ള കാര്യം പറഞ്ഞല്ലേന്ന് ചോദിക്കാം. കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞോണ്ട് സച്ചി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേവതി പറഞ്ഞു എനിക്കിത് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം വർഷം രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് ശ്രീകാന്ത് എഴുന്നേറ്റ് വരുന്നത്. ശ്രീകാന്ത് കണ്ട് വർഷം പറഞ്ഞു പോയി കുളിച്ചിട്ട് വരാൻ പറയാണ്. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു ബാ നീയും കൂടെ വരാൻ പറയാണ്. ഞാൻ കുളിച്ചാന്ന് പറയാ. അതിനിപ്പോ എന്താ ഒന്നുകൂടെ കുളിച്ചാൽ എന്താ കുഴപ്പമിരിക്കണേ? വേണ്ട എനിക്കിനും ഇനിയും കുളിച്ചാൽ ജലദോഷം പിടിക്കുന്ന പറയാം. അത് കുഴപ്പമില്ല, ഒന്ന് പോയി കുളിച്ചിട്ട് വരാൻ പറയാണ്. അങ്ങനെ അവസാനം ശ്രീകാന്തിന് ഉന്തിത്തള്ളി കുളിക്കാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ശ്രീകാന്ത് കുളി കഴിഞ്ഞ് വന്ന് വർഷം എടുത്തു കൊടുത്ത പുതിയ ഷർട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നെ. കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് ദീപാവലി ആയിട്ട് മധുരം എടുത്തോണ്ട് വരുക ശ്രീകാന്തിന് വേണ്ടി. അങ്ങനെ മധുരമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അതെ നമ്മുടെ ആദ്യത്തെ ദീപാവലിയാന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ. പിന്നീട് വർഷം നമ്മൾ ഇത്രയും കാലത്തെ പോലെ നമ്മൾ തമ്മിൽ കൂടുതൽ ഒന്നുകൂടി ഒരു അടുപ്പമായില്ലേ, കൂടുതൽ നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ആയില്ലേ എന്ന് ചോദിക്കാം. അത് ശരിയാ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനാണെങ്കിൽ കുറെ
സീരിയലിനൊക്കെ വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ അവരുടെ ആദ്യരാത്രിയെ കഴിയാനായിട്ട്. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ എത്ര പെട്ടെന്നല്ലേ നമ്മുടെ ആദ്യരാത്രിയെ കഴിഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, ആണോ എന്നാ നമുക്ക് ഒന്നുകൂടെ ആഘോഷിച്ചാലോ? വേണ്ടാന്ന് പറയണേ, അതെ എനിക്ക് വിശക്കാൻ തുടങ്ങി, എന്തേലും ഉണ്ടാക്കിത്താ, അല്ലെ ഞാൻ വിശന്ന് ചത്തു പോകുന്നു പറയാണ്. അങ്ങനെ ശ്രീകാന്തിനെ അങ്ങോട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് തള്ളി വിടുവാണ്. പിന്നീട് സച്ചിൻ രേവതിയും കൂടെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് വീണ്ടും മുറ്റത്ത് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ രാവിലെ നടക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ ചോദിച്ചു, അതെന്താ നിങ്ങൾ രണ്ടുപേരും രാവിലെ വന്നേ? അല്ല അത് പിന്നെ അച്ഛാ രാവിലെ ഇങ്ങോട്ട് പോന്ന് പറയാണ്. ഇതെന്താ ഓട്ടോറിക്ഷയ്ക്ക് വരുന്നേ? അത് പിന്നെ അവിടുന്ന് കുറെ ദൂരമല്ലേ, ഓട്ടോറിക്ഷയ്ക്ക് വരാൻ നടന്നു വരാൻ പറ്റില്ലല്ലോ. അതല്ലടാ കാർ എന്ത് ചെയ്യാന്നാ ചോദിച്ചേ? ആ കാറോ? അല്ല അത് പിന്നെ അതൊക്കെ പിന്നെ പറയാച്ചാ, അച്ഛൻ വരാനും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ശ്രുതിയൊക്കെ ഹാളിലുണ്ടായിരുന്നു. പിന്നീട് രേവതിയോട് അയച്ചു, ഓഹോ ആദ്യത്തെ ദീപാവലിയൊക്കെ കഴിഞ്ഞു വന്നല്ലേ, എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ചോദിക്കുകയാണ്. ഈ സമയം സച്ചിയോട് നീ എന്ത് കൊണ്ടുവരാനായിട്ട്? അല്ല നിന്റെ കയ്യേലോ കഴുത്തേലോ ഒന്നും കാണുന്നില്ലോ എന്ന് പറയാം. എന്ത് കാണുന്നില്ലെന്നോ? അല്ല മോതിരോ ചെയിനോ ഒക്കെ ആദ്യത്തെ ദീപാവലി കഴിഞ്ഞ് വരുമ്പോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അതൊന്നും കണ്ടില്ലോ എന്ന് പറയണോ? ഓ എങ്ങനെ തരാനല്ലേ, അവര് തന്നെ ദരിദ്രവാസി കുടുംബം അല്ലേ, പൂ കെട്ടി അവര് ജീവിക്കുന്നേ, അന്നത്തെ ആഹാരത്തിന് പോലും ഉണ്ടാക്കുന്നേ വളരെ വിഷമിച്ച. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നിനക്ക് മോതിരം മാലയും മേടിച്ചു തരാൻ പോവല്ലേ അവര്? ചോദിച്ച എന്നെ വേണം പിടിച്ചിട്ട് ആദ്യം തല്ലാന് എന്നൊക്കെ ചന്ദ്രമതി വലിയ ആള് കളിച്ച് പറയാണ്. ഈ സമയം സച്ചിൻ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട്. ഓടിച്ചെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതിയുടെ അടുത്ത് കയ്യേലും കഴുത്തേലും ഒക്കെ നോക്കുവാണ്. ഇവിടെ ശ്രുതി ചെന്തടാ നീ എന്താ കാണിക്കണേന്ന് ചോദിക്കും. അല്ല ആദ്യത്തെ ദീപാവലി അല്ലേ നിന്റെ കഴിഞ്ഞേ, അപ്പൊ നിന്റെ കയ്യെ ചെയിനോ കഴുത്ത മാലയോ മോതിരോ ഒന്നും കണ്ടില്ലോ, അത് ഞാൻ നോക്കിയതെന്ന് പറയണം. മുഖത്തടിയേറ്റോലേ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഇത്ര പ്രതീക്ഷയില്ല. അല്ല എന്ത് പറ്റി, മലേഷ്യയിൽ നിന്നൊന്നും വന്നില്ലെന്ന് ചോദിക്കോ? ഓ ഇനിയിപ്പോ കൊറിയറിന് വരുന്നവരുള്ളായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, കേട്ടില്ല അമ്മേ പറയണേന്ന് ചോദിക്കാം. മോൾ ആ കാര്യത്ത് വിഷമിക്കുന്നുണ്ട്. എടാ സച്ചി, മലേഷ്യയിൽ നിന്ന് ഇവളുടെ അച്ഛൻ വരുമ്പോ ഉണ്ടല്ലോ 10-15 പവന്റെ മാലയൊക്കെ ആരും കൊണ്ടുവന്ന് കൊടുക്കും, നീ കണ്ടോളാൻ പറയണം. ഓ 15 പവന്റെ മാലയല്ല, അത് മിക്കവാറും വല്ല തൊടലായിരിക്കും ഇവന്റെ കഴുത്തേലിട്ടുകൊണ്ട് പോകാനായിട്ട്. ഇതേ സച്ചി ഞാനൊന്നും പറയുന്നില്ലെന്ന് പറയാണ്. ഈ സമയം സച്ചി പറഞ്ഞതേ, ഇവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് ചെയിനൊക്കെ തന്ന ഞാനാ വേണ്ടെന്ന് പറഞ്ഞ്, അവരാണെങ്കിൽ ഓരോ ദിവസം ഇച്ചിരി ചെറിയ മിച്ചം വെച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്ന അത് ഞാനിങ്ങോട്ട് മേടിച്ചോണ്ട് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അവരെങ്ങനെ കഴിയണേന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിക്കാൻ പോയില്ല അച്ഛാന്നൊക്കെ രവീന്ദ്രനോട് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, നീ ചെയ്താ മോനെ ശരി, നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിന്റെ കാർ എന്തിയെ, കാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണം. അല്ല അത് പിന്നെ പെട്ടെന്ന് രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛാ എന്ന് പറയാൻ വന്നപ്പോഴത്തേനും സച്ചി ആടിക്കയറി പറഞ്ഞു, അല്ല അത് കാറിന്റെ ഓർഡർ ഞാൻ ടാക്സിക്കാറിലെ ഓടിച്ചോണ്ടിരുന്നേ, അപ്പൊ അതിന്റെ ഓണറുടെ മോള് വന്നിട്ടുണ്ട്, അവർക്ക് കുറച്ചു ദിവസം എവിടെയാണ്ട് പോണം പോലും, 6-7 ദിവസം അവര് വണ്ടി കൊണ്ടുപോയിക്കും, അതിനൊക്കെ ശേഷം വണ്ടി കിട്ടത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞു, രേവതി എന്തോ പറയാൻ വന്നല്ലോ, സച്ചി പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞാളോ, എന്തേലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കണം. അറിയില്ല എന്ന് പറയാണ്. അല്ല 6-7 ദിവസമോ? അപ്പൊ 6-7 ദിവസം നിനക്ക് ജോലിയും വേലയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുവാണെന്ന് ചോദിക്കും. ഇത് കേട്ടത് സച്ചി പറഞ്ഞില്ല, ജോലിയില്ല, അപ്പോഴെങ്ങനെ കുടുംബത്തെ കാര്യങ്ങൾ നടക്കും, വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ, കാരണം വീട്ടിലേക്ക് പൈസ തരണ്ടേ, അപ്പൊ നിനക്ക് ജോലി ഇല്ലെങ്കിൽ എങ്ങനെയാ പൈസ തരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ ഇത്ര നാൾ ഇവളല്ലായിരുന്നോ, അല്ല ഇവനല്ലായിരുന്നോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ, പിന്നെന്താ ഇപ്പൊ 6-7 ദിവസം ജോലി ഇല്ലെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണെന്ന് ചോദിക്കുകയാണ്. ഓഹോ അതെ, ജോലി അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവോ? വരുമാനം ഇല്ല, വീട്ടില് 3 നേരം ഫുഡ് കഴിക്കണ്ടേ, അതിനുള്ള പൈസ വേണ്ടെന്ന് ചോദിക്കും. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ ഇപ്പോഴാ അത് ഞാൻ കാര്യം ഓർത്തെ, ഈ മാസത്തെ പൈസ ഞാൻ തന്നില്ല, ഞാൻ പോയി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോയി പൈസ എടുത്തോണ്ട് കൊടുക്കുവാണ് ചന്ദ്രമതിയുടെ കയ്യില്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ശ്രുതി നിന്റെ പൈസയോ? ഓ നീ എനിക്ക് പൈസ തന്നായിരുന്നല്ലോ അല്ലേ, ശമ്പളം കിട്ടിയപ്പം ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയെന്ന് പറയാണ്. ശ്രുതിനെ അങ്ങോട്ട് പൊക്കി വിടുക. ശ്രുതി പൈസ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് അറിയാം, പക്ഷെ എന്തായാലും ചന്ദ്രമതിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയം സച്ചിരെന്ന് പറഞ്ഞു, അതെ നീ പൈസ തരണമെന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, ഇപ്പൊ എന്റെ പൈസ ഇല്ലെന്ന് പറയാം. ഓഹോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ തരാതിരിക്കാൻ പറ്റില്ല, നിന്റെ ഭാര്യ തന്നെയാണെങ്കിലും ദേ ഓരോ ദിവസം അവൾക്ക് എത്ര ഫുഡ് വേണമെന്ന് അറിയാവോ, ഒരു ഗ്ലാസ് അരി അവൾക്ക് വേണ്ട വേറെ കൂട്ടി ഇടണം, കാരണം അവള് നല്ല തീറ്റ എന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും സച്ചിക്ക് ദേഷ്യം വന്നു, അതുപോലെ തന്നെ രേവതിക്കും ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ ഫുഡ് കഴിക്കുന്നതിനൊരു കണക്ക്. സച്ചി പറഞ്ഞു, ഇവള് മാത്രമല്ല കഴിക്കുന്നത്, ഈ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നില്ലേ, ഈ പറയുന്ന ശ്രുതി അവനൊക്കെ എന്തുമാത്രം കഴിക്കണേ, എന്നിട്ട് അതിൻ്റെതായ ജോലികൾ അവന് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കാം. ശ്രുതി പറഞ്ഞതേ വെറുതെ ശ്രുതിനെ പറയേണ്ട കാര്യമില്ല, ശ്രുതിക്ക് നല്ല ഒന്നാം തരം ജോലി ഉണ്ടെന്ന് പറയണം. പിന്നെ ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാളും ഇരട്ടി ജോലി ഇവിടെ രേവതി ചെയ്യുന്നില്ലേ, അപ്പൊ അതിനൊന്നും കണക്കില്ലേ, പിന്നെ എനിക്ക് ജോലി ഇല്ലെന്ന് ഓർത്തോണ്ട് പൈസ തരാന്നിരിക്കും,
പൈസ തരില്ലെന്നോർത്ത് നിങ്ങളാരും വിചാരിക്കേണ്ട. ഞാൻ എങ്ങനെയാലും പൈസ ഉണ്ടാക്കി തന്നോളാം, ആ കാര്യത്തിൽ പേടിക്കണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളുന്ന കാര്യമാണ് നിനക്ക് എന്നാ ഒരു സാമാന്യ ഒരു ബോധമില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞു, പൈസക്ക് പൈസ തന്നെ വേണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കും. അപ്പൊ ഇത്രയും കാലം ഇവരാരും പൈസ തന്നിട്ടില്ലായിരുന്നല്ലോ, സച്ചി എന്നല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ, എന്നിട്ടോ അപ്പോഴൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പറയാനുള്ള എവിടെയാണെന്നും പറയൂന്ന് പറയണം. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം രേവതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. രേവതി മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സച്ചിയോട് താങ്ക്സ് എന്ന് പറയണേ. എന്തിന്? അല്ല, അവരുടെ മുന്നിൽ എന്നെ രക്ഷിച്ചാന്. ഓ, അതാണ് ആ കാര്യം. അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞേ. പിന്നെ അറിയാലോ, അച്ഛന്റെ മുന്നില് വെറുതെ നിന്നെ ചെറുതാക്കി ഇനിയിപ്പൊ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. പിന്നെ വേറൊരു കാര്യം കൂടെ, നിന്നോട് ആരാ പറഞ്ഞേ വണ്ടി പോയതിനെ കുറിച്ചൊക്കെ അച്ഛനോട് പറയാനായിട്ട്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും രേവതി വല്ലാത്ത വിഷമത്തിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.